കൈ രണ്ട് കൈയും കാലും വള്ളിയും കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സ്കെലിട്ടൺ, വേറെ ഒന്നും. ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ പല്ലൊരു മുമ്പത്തെ ഒരു പല്ല് ഇച്ചിരി ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ധർമ്മസ്ഥലത്തെ ഇവിടെ ഹെഗ്ഡയുടെ അടുത്ത് പോയി പറഞ്ഞു. അന്നേരം പറഞ്ഞ് അത് കേസൊന്നും കൊടുക്കണ്ട, നിങ്ങള് അത് ഞങ്ങൾ നോക്കിയോളാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒന്നും അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും അച്ഛൻ കൊടുത്തു കേട്ടോ, കേസ് കൊടുത്തു. മോളെ നീ ഇലക്ഷൻ വോട്ടിൽ നിന്നോ കുഴപ്പമില്ല, മാത്രം നീ നേരെ സംസാരത്തിന് നിന്റെ ജീവിത അപകടമായിരിക്കും. എന്റെ മോൾക്ക് വന്നാണ് നിനക്ക് വരരുത്, നിന്നെ വിളിപ്പിക്കും അവിടെ, വിളിച്ച് നീ പോകരുത്. പത്മലത്തിനെ കൊണ്ടുപോയതുണ്ടല്ലോ ഗായത്രി ലോഡ്ജിലെ കൊണ്ടുപോയത്. അവിടെ ഒരു റൂം ബോയ് ആയിട്ട് ഒത്തനെ ഉണ്ടായിരുന്നു. കൊണ്ടുവന്നതെല്ലാം ഞങ്ങളുടെ ലോഡ്ജിലേക്ക്, ഗായത്രി ലോഡ്ജ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ ജ്യൂസ് എന്താ കൊടുത്ത് അവിടുന്ന് മയക്കി കൊണ്ടുപോയി എല്ലാം പുള്ളിക്കാരൻ ഒരു കടയിൽ വെച്ച് പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാം ചോദിച്ചു, അവരെല്ലാം റെക്കോർഡ്സ് എല്ലാം അവിടെ എല്ലാം എടുത്ത് കാണിച്ച്, അവിടെ രാഷ്ട്രപതിക്ക് അവർ അയച്ചതെല്ലാം എന്നെ എടുത്ത് കാണിച്ച്, പേപ്പറിൽ വന്നത് ഇംഗ്ലീഷ് പേപ്പർ എല്ലാ പേപ്പറിൽ വന്നതിന് എന്നെ കാണിച്ചായിരുന്നു പുള്ളിക്കാരന്. അത് പറഞ്ഞ് ഒന്ന് സരോജിനി, പിന്നെ ഒന്ന് മമ്മി, നേഴ്സായിരുന്നു മമ്മി എന്ന്, വേറെ പേരെണ്ണം തരാം, മമ്മി എന്നെല്ലാവരും വിളിക്കുന്നത് പുള്ളിക്കാരത്തിയെ. പിന്നെ ഒന്ന് ശ്രീപതി എന്ന് പറഞ്ഞ ആള്. ഇവർ മൂന്നേരും കൂടെ വിളിച്ചുകൊണ്ട് പോയത് ഇവരെ. അവളെ ഇല്ലെങ്കിൽ അങ്ങനെ പറ്റത്തില്ല, വരാനേ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഞാൻ കേട്ടിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റിന് ഇതിലും കേട്ടിട്ടുണ്ട്. പല പോലീസുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താക്കുന്ന മാഡം ഞങ്ങൾക്കൊന്നും മിണ്ടാൻ വയ്യ, അനാഥ ശവാന്ന് തള്ളിക്കളയുക. റേപ്പ് ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നും ഓപ്പോസിറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ലതായിട്ട് വീട്ടിൽ പറഞ്ഞു വിടും. എങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യും, ഇത് പുറത്തുപോയി ഇനി പ്രശ്നമെന്ന് പറഞ്ഞാൽ മർഡർ ചെയ്യും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മെല്ല് വരിക, കുഴിച്ചിടുക. ഒരേ ഒരു പോസ്റ്റ്മോർട്ടമോ എയർപോർട്ടോ എവിടെ ആവുന്നില്ല, ഒരു കേസ് ആവുന്നില്ല. പട്ടീനെ കുഴിച്ചിടുന്ന പോലെ പോവുക, കുഴിച്ചിടുക. ഇതന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും കൊച്ചങ്ങനെ ആത്മഹത്യ, ഇത് ചത്ത ബോഡി കിട്ടിയെങ്കിൽ അതിൻ്റെ അടുത്ത് ചെല്ലുക, ഒരു പേപ്പർ വെക്കുക, അതൊരു കുപ്പി വെക്കുക, അതൊരു ഫോട്ടോ എടുക്കുക, ആൾക്കാരെ പറ്റിക്കാൻ മാത്രം. എന്നിട്ട് അവിടെ തന്നെ കുഴിച്ചിടുക. എന്നിട്ട് അവിടെ എവിടെയും ചെയ്തില്ല, എവിടെയോ കൊണ്ടുപോയി, ലോഡ്ജിലോ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയിട്ട് ലാസ്റ്റ് കൊന്ന് ഈ കൊച്ചി സമ്മതിച്ചില്ല ഒന്നിനും. അങ്ങനെയായിട്ട് ಲಾಸ್ಟ್ ಕೊಚ್ಚಿನ ತೋಡು ಸೈಡಿಗೆ ಕೊಂಡಿಟ್ಟು ಒಂದಷ್ಟು ಜನ ಸೇರಿ ನಾವು ಇಡೀ ಕಾಡು ಎಲ್ಲ ಸುತ್ತಾಡಿ ಅನಂತರ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಗೆ ಕೂಡ ಹೋಗಿದ್ದೇವೆ. ಅಲ್ಲಿ ಕಂಪ್ಲೇಂಟ್ ಕೊಡುವಾಗ ಕಂಪ್ಲೇಂಟ್ ತಗೊಂಡಿಲ್ಲ. ಯಾರು ತಗೊಂಡೋದ್ರು ಮಗು ಜೀವಂತಕ್ಕೆ ಖಂಡಿತ ಇರ್ತಲ್ಲ ಅಂತ ನಾನು ಭಾವಿಸಿದೆ. ಈ ರೀತಿ അത്യാചാര ಮಾಡಿ ಬಿಸಾಡಿ ಹೋಗ್ತಾರೆ ಅಂತ ಅನ್ಸಿರ್ಲಿಲ್ಲ. അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഇവിടെ ഈ മുളിക്കാറെന്നുണ്ട്, നമ്മുടെ അടുത്ത സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയുള്ള കുറെ ആൾക്കാരെ ഈ ധർമ്മസ്ഥലക്കാർ കുടിയിറക്കിയായിരുന്നു. അന്നേരം അവർക്ക് സപ്പോർട്ടായിട്ട് അച്ഛൻ പോയായിരുന്നു, അച്ഛനും പാർട്ടിക്കാരും. പിന്നെ ഇവിടെ മെയിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മെയിൻ അച്ഛനായിരുന്നു. അന്നേരം അവര് ഓർക്കുന്നുണ്ടോ ഈ പാർട്ടി ഇവിടെ ഇതാകും, ബലം ആകും, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്താലും ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ ആരുമില്ല, അങ്ങനെയുള്ള ഇതുണ്ടായിരുന്നായിരിക്കും അവർക്ക്. അതുകൊണ്ടായിരിക്കും തോന്നുന്നത്. എന്നിട്ട് അച്ഛൻ പാർട്ടിയുടെ സപ്പോർട്ടിൽ അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെ ഇവർ ഒത്തിരി പേരെ കുടിയിറക്കില്ലോ. ആ കുടിയിറക്കിയ എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കാതെ, പരിഹാരം ഒന്നും കൊടുക്കാതെ ആ കുടിയിറക്കിയത്. അന്നേരം അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ ഇവർ അച്ഛൻ അവർക്ക് ഗ്രഡ്ജായി, ഇച്ചിരി കെറുവായി അച്ഛൻ പോയ കാരണമെന്നും പറഞ്ഞ്. ആ കാരണം കൊണ്ട് ആയിരിക്കും. പിന്നെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇവിടെ പഞ്ചായത്ത് വോട്ടിൽ നിന്നായിരുന്നു. പഞ്ചായത്തല്ല, അന്ന് മണ്ഡല വോട്ടം, അതിന് നിന്നായിരുന്നു. നിന്നപ്പോ ഇത് വോട്ട് അച്ഛൻ നോമിനേഷൻ തിരിച്ചെടുക്കണമെന്ന് അവർ പറഞ്ഞായിരുന്നു. അച്ഛൻ എടുത്തില്ല. മോസ്റ്റ്ലി അത് രണ്ട് കാരണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോഴാണ് കാണാതായത്, പിന്നീട് എപ്പോഴാണ് കണ്ടെത്തുന്നത്? കാണാതായിട്ട് അത് 1986 ഡിസംബറില്. എന്നിട്ട് 57 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ബോഡി ഒരു എന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്കെലറ്റൻ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പുഴയുടെ കിട്ടിയത്. അല്ലാതെ വേറൊന്നും ഇതായി രണ്ട് കൈയും കാലും വള്ളിയും കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സ്കെലറ്റൻ, വേറെ ഒന്നും. ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ പല്ലൊരു മുമ്പത്തെ ഒരു പല്ല് ഇച്ചിരി ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കയ്യെ വാച്ച്, പിന്നെ ഡ്രസ്സ്, ഇത്തരത്തിൽ മാത്രമേ മനസ്സിലായത്. ഈ അന്വേഷണം അവസാനം എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞെങ്കിൽ അന്നത്തെ ഓഫീസേഴ്സ് പറഞ്ഞായിരുന്നു തെളിഞ്ഞിട്ടുണ്ട് കേസെന്ന്. എന്നാ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് രുദ്രാമന്ത്രി രാജ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടില് അച്ഛനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് പറയാനായിട്ട്. അയാൾ വന്നേച്ച് അയാൾ പിന്നെ അവിടെ ധർമ്മസ്ഥലം പോയെന്നാ പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞിട്ട് അത് കേസ് എന്നായെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ലാസ്റ്റ് അവര് ഇത് തെളിവാകാത്ത കേസാന്ന് റിപ്പോർട്ട് തന്നെ CODക്കാര്. പിന്നെ CBIക്ക് കൊടുക്കാനായിട്ട് ഇതാക്കി അച്ഛൻ ചോദിച്ചു ഞങ്ങളോടൊക്കെ. അന്നേരം കഴിവൊന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാരും പൈസയുടെ കാര്യത്തിൽ ഇച്ചിരി പുറകോട്ട് നിന്ന് അത് പിന്നെ ഒന്നിനും പോയില്ല. കുറെ വർഷമല്ല, 37 വർഷമായിട്ട്.
പിന്നെ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു ഇത് സൗജന്യ കേസ് വന്ന കാരണം ഈ കേസ് പുറത്ത് വന്ന് പിറ്റേന്ന് പുറത്ത് വന്നെന്ന് തോന്നുന്നു. മോൾ വാങ്ങുന്നുള്ളത് സ്പഷ്ടമാണ്. പിന്നെ ഇവിടെ കോളേജിൽ പോയി ചോദിച്ചിട്ട് പ്രിൻസിപ്പൽ ആദ്യം പറഞ്ഞ ഞങ്ങള് നോക്കാൻ അങ്ങനെയായിരുന്നു. പിന്നെ വന്നിട്ട് അച്ഛനെ വഴക്ക് പറയായിരുന്നു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരന് അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ പറയാം. അച്ഛനോട് വഴക്ക് പറഞ്ഞു അച്ഛന്. പിന്നെ അച്ഛൻ പിന്നെ അവിടെ നിന്നില്ല, തിരിച്ചു വന്നു. ധർമ്മസ്ഥലത്ത് ഇവിടെ ഹെഗ്ഡയുടെ അടുത്ത് പോയി പറഞ്ഞു. അന്നേരം പറഞ്ഞ് അത് കേസൊന്നും കൊടുക്കണ്ട, നിങ്ങള് അത് ഞങ്ങൾ നോക്കിയോളാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒന്നും അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും അച്ഛൻ കൊടുത്തു കേട്ടോ, കേസ് കൊടുത്തു. അല്ല, എന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പം പുള്ളിക്കാരൻ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം എല്ലാം ഞാൻ ഇലക്ഷൻ നിന്നായിരുന്നു, ഞാൻ വോട്ടിൽ നിന്നായിരുന്നു. കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം വോട്ടിൽ നിന്നില്ല, കോൺഗ്രസിന്റെ ഞാൻ. അപ്പോഴെല്ലാം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ച് ഒരു ദിവസം ഇവിടെ ഇരുത്തി എന്നെ വീട്ടിൽ, അവിടെ പഴയ പെര ഉണ്ടാകുന്നത്, അവിടെ ഇരുത്തിയിട്ട് ഇതെല്ലാം കെട്ട് എന്നെ എല്ലാം കാണിച്ച്. ചാക്ക് കെട്ടിലുണ്ടായിരുന്ന ഒരു പഴയ ഒരു ട്രങ്ക് പെട്ടി പണ്ടത്തെ അതിലുണ്ടായിരുന്ന എല്ലാം എടുത്ത് കാണിച്ച് എന്നെ. മോളെ, നീ ഇലക്ഷൻ വോട്ടിൽ നിന്നോ കുഴപ്പമില്ല, മാത്രം നീ നേരെ സംസാരത്തിന് നിന്റെ ജീവിത അപകടമായിരിക്കും. എന്റെ മോൾക്ക് വന്നാണ് നിനക്ക് വരരുത്, നിന്നെ വിളിപ്പിക്കും അവിടെ, വിളിച്ച് നീ പോകരുത് എന്നോട് പറഞ്ഞു. അങ്ങനെ തന്നെ നീ പോകരുത്, നിന്നെ വിളിപ്പിക്കും അവിടെ, ഇലക്ഷൻ ടൈമിൽ എല്ലാരും വിളിപ്പിക്കും അവിടെ, നീ പോകല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ആ ടൈമിൽ എനിക്ക് വീട്ടിൽ പോകേണ്ടി വന്നു, മംഗലാര വീട്, അമ്മയുടെ വീട്, അങ്ങോട്ട് പോകേണ്ടി വന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. ആ ടൈമിൽ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. പിന്നെ പോയില്ലെന്ന് പറഞ്ഞില്ല, ഞാനൊരു 10 വർഷം സൊസൈറ്റി CA ബാങ്ക് ഡയറക്ടർ ആയിരുന്നു. ആ ടൈമിൽ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാനോ ഇതിനൊക്കെ പോകേണ്ടി വന്ന, അങ്ങനെ പോയതല്ലാതെ വേറെതായിട്ട് ഞാൻ പോയി. അന്ന് വലിച്ച രാഷ്ട്രപതിക്ക് ഒരു ലെറ്റർ എഴുതിയിട്ട് എല്ലാം ഉണ്ട്. രാഷ്ട്രപതിക്ക് വരെ കൊടുത്തു. ജീവ രക്ഷണ വേണമെന്നില്ല, അപകടം അതിനാണ് നമ്മൾ ലെറ്റർ വന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പോലീസ് കാവലായിരുന്നു. ഇവിടെ മുംബൈസ് ഒരു പോലീസ് കോൺസ്റ്റബിളിനെ നിർത്തിയേക്കുമായിരുന്നു. വീട്ടിൽ ആരും വരരുത്, റിലേറ്റീവ്സ് ഒക്കെ വരുന്ന നിർത്തിയായിരുന്നു. ഞങ്ങള് ഒരു സെപ്പറേറ്റ് ആക്കി കളഞ്ഞവര് എല്ലാരും കൂടെ. അതില് ആ കൊച്ചിനെ പത്മലത്തിനെ കൊണ്ടുപോയതുണ്ടല്ലോ, ഗായത്രി ലോഡ്ജിലെ കൊണ്ടുപോയത്. അവിടെ ഒരു റൂം ബോയ് ആയിട്ട് ഒരുത്തനെ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരന് A to Z എല്ലാ കാര്യം അറിയാം. ആ പുള്ളിക്കാരനോട് ഒരു കടയിൽ പറഞ്ഞ കാര്യം പുള്ളിക്കാരനുള്ളപ്പോഴേ, പുള്ളിക്കാരൻ എന്റെ ഭർത്താവ് ഉള്ളത് അവരുടെ സംബന്ധം അറിയത്തില്ല, ഈ പത്മനാഥയുടെ ഫാമിലിന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ പുള്ളിക്കാരന് മുമ്പിൽ എല്ലാ കാര്യം പറഞ്ഞത് തുളുവില്ല കൊണ്ടുവന്നതെല്ലാം ഞങ്ങളുടെ ലോഡ്ജിലേക്ക്, ഗായത്രി ലോഡ്ജ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ ജ്യൂസ് എന്താ കൊടുത്ത് അവിടുന്ന് മയക്കി കൊണ്ടുപോയി എല്ലാം പുള്ളിക്കാരൻ ഒരു കടയിൽ വെച്ച് പറഞ്ഞു. എന്നിട്ട് റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്, ജയന്തിന് കൊടുത്തിട്ടുണ്ട്. എന്റെ മൊബൈൽ സെറ്റം ചേഞ്ച് ആയി പോവുകയല്ല, പുള്ളിക്കാരനെ തൊന്നും അറിയത്തില്ല, ജയന്തിന് കൊടുത്തിട്ടുണ്ട്. പത്മലത പ്രകരണം എനിക്ക് അറിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വന്ന പിന്നെ എൻ്റെ കല്യാണം 95 ആയത്. ഇവിടെ വന്ന് വെളിയാറിലേക്ക് കല്യാണം, മംഗലാരത്തിന് കല്യാണം കഴിഞ്ഞ് വന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോഴെനിക്ക് ഈ കാര്യം അറിയുന്നത്, പത്മലത പ്രകരണത്തിൻ്റെ ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് മുമ്പേ അറിയത്തില്ല. അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് കൊടുക്കത്തില്ലായിരുന്നു പെണ്ണിന്. ഇവിടെ വന്നിട്ട് ഞാൻ 1 വർഷം കഴിഞ്ഞപ്പം പഞ്ചായത്ത് ഇലക്ഷൻ നിന്ന്, കോൺഗ്രസിൽ നിന്ന് ഇലക്ഷൻ നിന്ന് വാർഡിലേക്ക്, ഇത് 7ാം വാർഡ്, അങ്ങനെ 7ാം വാർഡിലേക്ക് നിന്ന്. അപ്പോൾ ഞാൻ എല്ലാം ഫീൽഡിന് പോകുന്നേരം എന്നെ പത്മലതയുടെ അച്ഛൻ ദേവാനന്ദന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വല്യച്ഛന് പുള്ളിക്കാരനെ വിളിച്ച് ഒരു ദിവസം ഫുള്ള് രാവിലെ 9 മണിക്ക് എന്നെ വിളിപ്പിച്ച ആൾ വൈകുന്നേരം വരെ എന്നെ ഇവിടെ ഇരുത്തി സംസാരിച്ച് എല്ലാം കാര്യം ഇങ്ങനെ മോളെ പത്മലത ആയപ്പോൾ നിന്നെ അവർ വിളിപ്പിക്കും, ഇലക്ഷൻ ടൈമിൽ നിന്നെ അവർ വിളിപ്പിക്കും അവിടത്തേക്ക്, മാത്രം നീ അതിനെ ശ്രദ്ധിച്ച് വേണം പോകാൻ, പോകാതിരുന്ന അത്രയും നല്ലത്, നീ പോകണ്ട, ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അത് വേറെ വിഷയം, പോകണ്ട എന്ന് പറഞ്ഞു. ശരി വല്ലിച്ച, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാം ചോദിച്ചു, അവരെല്ലാം റെക്കോർഡ്സ് എല്ലാം അവിടെ എല്ലാം എടുത്ത് കാണിച്ച്, അവിടെ രാഷ്ട്രപതിക്ക് അവർ അയച്ചതെല്ലാം എന്നെ എടുത്ത് കാണിച്ച്, പേപ്പറിൽ വന്നത്, ഇംഗ്ലീഷ് പേപ്പർ, എല്ലാ പേപ്പറിൽ വന്നതിന് എന്നെ കാണിച്ചായിരുന്നു പുള്ളിക്കാരന്. അപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയും തോന്നി, ഇനി ഞാൻ പോകുന്നത് ശരിയല്ല, ഞാൻ പോയതും ഇല്ല. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ എന്നോട് പറഞ്ഞ്, ഇതിൽ വേറെ ആരുമല്ല, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്, ഇല്ലെങ്കിൽ ആ കൊച്ചങ്ങനെ പോകത്തില്ല, വേണ്ടപ്പെട്ടവർ തന്നെ വിളിച്ചിട്ടാണ് പോയത്, ഒന്ന് എൻ്റെ പെങ്ങളാ. അപ്പോൾ ഞാൻ ചോദിച്ചേ ആരാ, പേരെന്തുവാന്ന് ചോദിച്ച്. എൻ്റെ പെങ്ങൾ തന്നെ, ഇളയ പെങ്ങൾ തന്നെയാണ്. ഇളയ പെങ്ങൾ ഞാൻ പറഞ്ഞ കല്ലങ്ങനെ വന്നല്ലോ, അപ്പോൾ എല്ലാവരുടെയും എനിക്കറിയത്തില്ലല്ലോ. അത് പറഞ്ഞ് ഒന്ന് സരോജിനി, പിന്നെ ഒന്ന് മമ്മി, നേഴ്സായിരുന്നു മമ്മി എന്ന്, വേറെ പേരെണ്ണം തരാം, മമ്മി എന്നെല്ലാവരും വിളിക്കുന്നത് പുള്ളിക്കാരത്തിയെ, പിന്നെ ഒന്ന് ശ്രീപതി എന്ന് പറഞ്ഞ ആൾ. ഇവർ 3 പേരും കൂടെ വിളിച്ചുകൊണ്ട് പോയത് ഇവരെ, അവളെ ഇല്ലെങ്കിൽ അങ്ങനെ പറ്റത്തില്ല, വരാനേ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അത്രയ്ക്ക് ഇതായിരുന്നു വലിച്ചത്. ശരി, നമ്മൾ ഇങ്ങനെ ഇത്രയായി, 86 ഡിസംബർ എത്രാം തീയതി പറഞ്ഞ് ഫെബ്രുവരി 17, 87 ഫെബ്രുവരി 17 ഞങ്ങൾക്ക് ബോഡി കിട്ടിയതെന്ന് പറഞ്ഞു. അതും എല്ലാം ചീഞ്ഞിട്ട് വെറും എല്ലും മുള്ളു മാത്രമേ ഉള്ളായിരുന്നു. അതേപോലെ ഡ്രസ്സിലും അവളുടെ മുടിയിലും ഞങ്ങൾ
പരിചയപ്പെട്ടത് അവളെ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരുന്നെന്ന് പറഞ്ഞു. അത് പുഴയിൽ ആ സൈഡ് എന്താ കുതിരായ പുഴ അവിടെ എന്താ കിട്ടിയതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് എന്നോട് പറഞ്ഞു, നീ ഏത് കാര്യത്തിനോട് പോകണ്ട, നിന്റെ സേഫ് നീ ആയിട്ട് നോക്കിക്കോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. പിന്നെ ലോഡ്ജ്, അവിടെ ഗായത്രി ലോഡ്ജ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പുള്ളിക്കാരന് ഇത് ലോഡ്ജിലെ ഇതിൽ ഗായത്രി ലോഡ്ജിലെ ഒരു റൂം ബോയ് എന്തായിരുന്നു ആ പുള്ളിക്കാരന് ഈ ഇടയ്ക്ക 1-1.5 വർഷം മുമ്പേ ഈ ഇടയ്ക്ക് പുള്ളിക്കാരൻ പറഞ്ഞ് ഇന്ന മാതിരി അവളെ കൊണ്ടുവന്നത് ഞങ്ങളുടെ ലോഡ്ജിലേക്കാണ്. ലോഡ്ജിൽ നിന്ന് കൊണ്ടുപോയത് എവിടെ അണിയൂർ എവിടെ ഒരു ഹോം സ്റ്റേ എന്നല്ല, അത് പണ്ടത്തെ ഇതുണ്ടല്ലോ, അങ്ങനത്തെ അതിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് എവിടെ മുളിക്കാരോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കുറേ സ്ഥലത്ത് കറക്കി എന്നൊക്കെ ആ പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ അറിയുന്നത്. പിന്നെ പിന്നിൽ ആരാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ പിന്നിൽ ആരാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിൽ പിന്നിൽ ആരാന്ന് പറഞ്ഞ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്രയും അതിന് വല്യച്ഛൻ പറഞ്ഞ കണക്കിൽ, ദേവൻ പന്തളത്തിന് അച്ഛൻ പറഞ്ഞ കണക്കിൽ പിന്നിൽ ഇന്ന ആൾക്കാരാന്ന് നമുക്കൊരു ഡൗട്ട് ഇതാക്കി എടുക്കാൻ. മാത്രമേ ഇതിൻ്റെ പിന്നിൽ ആരാന്ന് അയാൾ പറഞ്ഞിട്ടില്ല. ഇത്രയും പേര് കൊണന്നാന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന രീതിയിൽ ഈ ധർമ്മസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മിസ്സിംഗ് കേസുകളും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറേ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞാൻ കുറേ അടുപ്പത്തിലുണ്ട്. ഏത് കേസിനായാലും ഏതായാലും എന്നെ വിളിപ്പിക്കും. ചിലർ കുറേ പേര് ഇതിനായിട്ട് പോകുന്നുണ്ട്. ഞാൻ ചിലർ കല്യാണം ഭാര്യയും ഭർത്താവിൻ്റെ വഴക്കിനായാലും ഞാൻ മഹിള ഇതിൽ പോയി സംസാരിച്ച് ഇതാക്കുന്നുണ്ട്. ചില വീട്ടിൽ തന്നെ ഞാൻ തീർക്കുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ. അങ്ങനെ കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിലും കേട്ടിട്ടുണ്ട്. പല പോലീസുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താക്കുന്നത് മാഡം, ഞങ്ങൾക്കൊന്നും മിണ്ടാൻ വയ്യ, അങ്ങ് അനാഥ ശവാന്ന് തള്ളിക്കളയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് തന്നെയാണോ? ആയിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരാനില്ലല്ലോ. താങ്കളുടെ ഒരു അറിവില് ഇങ്ങനെയുള്ള ബോഡികൾ കിട്ടില്ലെങ്കിൽ എത്രത്തോളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു കണക്കെടുത്തിട്ടുണ്ടോ? ഇത് തന്നെ ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റിലെ കണക്കെന്ന് ഇപ്പം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള കണക്കിലും 2001 തൊട്ട് 2012 വരെ ഉള്ള എടുത്ത കണക്കിൽ 460 ഇത് വന്നിട്ടുണ്ട്. പറഞ്ഞാൽ അസഹജ സാവ് അതിനകത്ത് വന്നിരിക്കുന്നത്. അസഹജ സാവ് എന്നാൽ നോർമലായിട്ട് മരിച്ചെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വീണോ ഇല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്ന് വീണോ അങ്ങനെയൊക്കെ മരിച്ചെന്നുള്ള ഇതിലാണ് വന്നിരിക്കുന്നത് 2012 വരെ. അതിനായിട്ട് 2001 തൊട്ട് മുമ്പുള്ളത് എത്രയെന്ന് അറിയത്തില്ല. അതിനായിട്ട് 1986 പദ്മലത്തെ കാണാതെ 87 കിട്ടിയത്, അതൊന്നും അറിയാം. പിന്നെ വേദവല്ലി അതിനായിട്ട് മുമ്പേ 78 അതെന്താ 76 76 അത് അങ്ങനെയുള്ളത്. ഇതിത്രേ. പിന്നെ അതിന് ശേഷം ഇപ്പം 2012 ശേഷം അങ്ങനെ നടന്ന കുറവുണ്ട്. മരിച്ചവർക്കൊക്കെ ഈ ദേവസ്ഥാനവുമായി ബന്ധമുള്ള ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മരിച്ചവർക്കും ദേവസ്ഥാനമായിട്ട് ബന്ധം നാട്ടുകാർ തന്നെ, നമ്മൾ എല്ലാം നാട്ടുകാരല്ലേ ഇതിലവളുള്ളത്. ചിലരൊക്കെ പുറത്തുനിന്ന് വന്നവരും ഉണ്ട്. അതിൽ പരിചയമില്ലാത്തത് അനാഥ ശവം തള്ളിയത് കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഏത് തരത്തിലാണ് എങ്ങനെയാണെന്നൊന്നും പിടികിട്ടിട്ടില്ല. ഒരു നിലവിൽ ഈ നിങ്ങളുടെ ഒരു കണക്ക് പ്രകാരം എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, അതിനുള്ളൊരു സാഹചര്യം എന്തൊക്കെയാണ്? സാർ, ഇത് 2001 തുടങ്ങിയിട്ട് 2012 വരെ ഞങ്ങൾ RTI റിപ്പോർട്ട് എടുത്ത പ്രകാരമായിട്ട് 460 കൊലകൾ നടന്നിട്ടുണ്ട്. കൊലയെന്ന് പറഞ്ഞെങ്കിൽ അസഹജ സാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നൊന്നും അറിയാത്ത രീതി, ആരെ കൊന്നതെന്ന് അറിയാത്ത രീതി കൊല 460 ചില്ലറായിട്ടുണ്ട്. അതുമല്ല, ഇപ്പം കർണാടക കഴിഞ്ഞ 2018 ഇവിടെ കർണാടകത്തിലെ VS ഉഗ്രപ്പൻ MLC ആയിരുന്നു. പുള്ളി ഒരു സർവേ ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് പ്രകാരമായിട്ട് 3 ദിവസത്തിന് ഒരു കൊല ഇവിടെ ആയിക്കൊണ്ടെന്ന് റിപ്പോർട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവിടെ വരുന്ന കൂടുതലും യാത്രികരാണ് വരുന്നത്, പുറത്തുനിന്ന് യാത്രികരെ കൂടുതലും കൊല്ലപ്പെടുന്നതും അതും പിന്നെന്ന് പറഞ്ഞ് 6 വയസ്സിന് മേലോട്ടുള്ള പെൺപിള്ളേരെ ഒത്തിരി എന്ന് പറഞ്ഞാൽ 14, 15, 16, 17 ഈ രീതിയിലുള്ള പിള്ളേരെയാണ് ഇവർ കൊല്ലുന്നതല്ല. ഇത് റേപ്പ് ആൻഡ് മർഡർ എന്ന് പറയുന്നത്. റേപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും, അത് കൊല്ലാനായിട്ട് വേറെ ഒരു ടീമുണ്ട്, അവർ കൊണ്ടുപോയി കൊണ്ടുപോവുക. എവിടെയെങ്കിലും എത്രയോ പേരെന്ന് പറഞ്ഞാൽ റേപ്പ് ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നും ഓപ്പോസിറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ലതായിട്ട് വീട്ടിൽ പറഞ്ഞു വിടും. എങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യും, ഇത് പുറത്തുപോയി ഇനി പ്രശ്നമെന്ന് പറഞ്ഞാൽ മർഡർ ചെയ്യും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ചുറ്റുവട്ടത്താണോ അങ്ങനെ കൂടുതൽ ബോഡികൾ കണ്ടെത്തിയിരിക്കുന്നത്? എങ്ങനെയുള്ള സാഹചര്യം? ഈ ചുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടായി സെൻറ്ററിൽ നോക്കുകയാണെങ്കിൽ 3-5 കിലോമീറ്റർ റൗണ്ടില്ല എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഈ ഒരു ടീം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഉഗ്രാമികൾ അളകത്താണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഉഗ്രാണെന്നല്ല, ഈ റേപ്പ് ആൻഡ് മർഡറുകാർ
അവരുടെ താവളം എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തിന്. ഇതിൻ്റെ ഈ ധർമ്മസ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ധർമ്മസ്ഥലത്തെ ഗ്രാമത്തെ ഒരു ചെറുത് ഒത്തിരി ഈ 5 കിലോമീറ്റർ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഇത് മർഡർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ അമ്പലത്തിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഫുൾ കാടാണ്. ഒരു സൈഡിൽ പുഴ, ഒരു സൈഡിൽ കാട്, ഈ രീതിയിലുണ്ട്. അതുകൊണ്ട് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത് തന്നെ ആ കാട്ടിക്കൊണ്ട് കളയുക, സ്മെല്ല് വരിക, കുഴിച്ചിടുക. ഒരേ ഒരു പോസ്റ്റ്മോർട്ടമോ എയർപോർട്ടോ എവിടെ ആവുന്നില്ല, ഒരു കേസ് ആവുന്നില്ല. പട്ടീനെ കുഴിച്ചിടുന്ന പോലെ പോവുക, കുഴിച്ചിടുക, ഇതന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസിന്റെ ഒരു എൻക്വയറി അതുമായി ബന്ധപ്പെട്ടിട്ട് കാര്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ പോലീസുമാർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയെന്ന് പറഞ്ഞാൽ പോലീസുമാർ തന്നെ ഈ കംപ്ലയിൻറ്റ് കൊടുക്കുന്നവരെ പേടിപ്പിക്കും. ഒരു സൈഡിൽ നിന്ന് അങ്ങനെ പേടിപ്പിക്കും. പിന്നെ ഒരു സൈഡിൽ എന്ന് പറഞ്ഞെങ്കിൽ ഈ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കംപ്ലയിൻറ്റ് കൊടുത്തവരെ തന്നെ ഇവരുടെ മുമ്പിൽ വിളിച്ചുകൊണ്ട് വന്ന് ഇവരെയും കൊണ്ട് പേടിപ്പിക്കും. ഇല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഒന്ന് എൻക്വയറി കൊണ്ടെന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയിട്ട് ഇവരെ മർഡർ ചെയ്യും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. പിന്നെ ഇവരുടെ കാര്യം ആർക്കും മിണ്ടാൻ പറ്റിയല്ല. ആരും ഇവരുടെ ഓപ്പോസിറ്റ് കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ കൊലയായെന്ന് ഓർത്താൽ മതി. ഒന്നീ ഇവളെ കൊന്നിട്ട് തൂക്കിയിടും, ഇല്ലെന്ന് പറഞ്ഞാൽ വണ്ടി ആക്സിഡൻറ്റിൽ കൊല്ലും, ഇല്ലെങ്കിൽ സ്ലോ പോയ്സൺ എന്ന് പറഞ്ഞാൽ ഈ ജ്യൂസ് നല്ല കാര്യത്തിൽ വിളിച്ചിട്ട് ജ്യൂസും അത് ഇതൊക്കെ കൊടുത്തിട്ട് വിഷമിട്ട് സ്ലോ പോയ്സ് കൊല്ലുന്ന പണി ഇവരുടെ ഉള്ളത്. അതുകൊണ്ട് ഇവരുടെ ഓപ്പോസിറ്റ് മിണ്ടാൻ പിരിയല്ല. എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രം വെച്ചോണ്ട് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതൊരു ഹിന്ദു ക്ഷേത്രമാണ്. അത് അവിടെ അതിൻ്റെ ആടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ജെയിനാണ്. 1971 ഇവരെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എങ്ങാണോ ഇത് പിടിച്ചെടുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ കർണാടക എന്ന് പറഞ്ഞാൽ എല്ലാം ഗവൺമെൻറ് പിടിച്ചെടുക്കുമായിരുന്നു. പിടിച്ചെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നടത്താനായിട്ട് നല്ല ആദായമുള്ള ക്ഷേത്രങ്ങളെ മേടിച്ചിട്ട് എടുത്തുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞെങ്കിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇത് ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് പറഞ്ഞു കൊടുത്തു. അന്നേരം ഇവിടെ നിൽക്കുന്ന പറഞ്ഞാൽ ഇത് ശിവനെ വെച്ചാൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശിവനെ വെച്ച് പൂജ ചെയ്തുകൊണ്ടാണ് ഇരുന്നിട്ട് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവർ. ഇതാണ് ഇവരെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ വരുന്ന ഭക്തന്മാരെയാണ് കൂടുതലും കൊല്ലുന്നത്. അവർ തന്നെ ലോഡ്ജിലാണ് ചാവുന്നത്. ഒന്നും അറിയാല, വെറുതെ ചത്തു, ഈ രീതിയിലാണ് മരണമായിപ്പോകുന്നത്. എന്നിട്ട് ഒരു എൻക്വയറി ഇല്ല. ലോഡിനകത്ത് വന്ന് അവരെന്തോ കഷ്ടമുണ്ട്, അതുകൊണ്ട് ആത്മഹത്യ എന്ന്. പിന്നെന്താന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ഒരു പോലീസുകാരുണ്ടായിരുന്നു, ഒരു അയ്യങ്കർ എന്ന പോലീസുകാർ. അവൻ ഇന്നും എൻക്വയറി ചെയ്താൽ സത്യം പുറത്തു വരും. എവിടെയെങ്കിലും കൊച്ചി അങ്ങനെ ആത്മഹത്യ ഇത് ചത്ത ബോഡി കിട്ടിയെങ്കിൽ അതിൻ്റെ അടുത്ത് ചെല്ലുക, ഒരു പേപ്പർ വെക്കുക, അതൊരു കുപ്പി വെക്കുക, അതൊരു ഫോട്ടോ എടുക്കുക, ആൾക്കാരെ പറ്റിക്കാൻ മാത്രം. എന്നിട്ട് അവിടെ തന്നെ കുഴിച്ചിടുക. ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് എൻ്റെ പ്രകാരം നോക്കുകയെന്ന് പറഞ്ഞാൽ ഒരു 1000-2000 ബോഡിയല്ല കിട്ടുന്നത്. അത്ര ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ആരും മിണ്ടിയല്ല കിട്ടട്ടെ. ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളൊരു സംശയം നിങ്ങളുടെ നാട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു? അല്ല, ഇതിന് പിന്നെ ആരാന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു ഇവിടെ ദേവമാനം എന്ന് പറയും. ഈ ഒരു ഗ്രാമത്തെ പ്രഭാവി വ്യക്തി എന്ന് പറയും. ഇപ്പം പുള്ളി എന്ന് പറഞ്ഞാൽ രാജ്യസഭാ സദസ്യനാണ്, വീരേന്ദ്രഗിരി എന്ന് പറയും. അവരുടെ കുടുംബം, പിന്നെ അവിടെ ഒരു അതെന്ന് പറഞ്ഞാൽ തണ്ടമുണ്ട്. തണ്ടം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റിയല്ല, വേറെ ആരും ഒന്നും ചെയ്യുകയില്ല. അവരെ ഇവിടുത്തെ ഒരു പ്രഭാവി വ്യക്തികൾ. ഇതിൻ്റെ നമ്മൾ പറഞ്ഞെങ്കിൽ ഇപ്പം നമ്മുടെ മണ്ഡലമൊക്കെ കേസ് നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ പറയുന്ന കേസ് അവർ എടുത്ത് എൻക്വയറി ചെയ്യുക. എൻക്വയറി ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ മണ്ഡലം ആക്ഷൻ എടുക്കുക. ഞങ്ങൾ പറയുന്നത് തെറ്റാന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നില്ല. അതുമല്ലാതെ ഇപ്പം ഇവിടെ നിന്ന് സൗജന്യ ഒരു കൊച്ചിനെ 2012 9/10/2012 അതും സ്റ്റേറ്റ് ഹൈവേന്ന് 4:30 ഇവർ എടുത്തുകൊണ്ട് പോയിട്ട് ഇത് റേപ്പ് ആൻഡ് മർഡർ ചെയ്തേക്കുന്നത്. എന്നിട്ട് അവിടെ ഇവിടെയും ചെയ്തില്ല, എവിടെയോ കൊണ്ടുപോയി ലോഡ്ജിലോ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഈ കൊച്ചി സമ്മതിച്ചില്ല ഒന്നിനും. അങ്ങനെയായിട്ട് ലാസ്റ്റ് കൊച്ചിനെ കൊന്നിട്ട് തോട് സൈഡിൽ കൊണ്ടിട്ട് തലേന്ന് അവിടെ 500 പേര് തപ്പിയിട്ടും ഇല്ലാത്ത സ്ഥലത്ത് പിറ്റേ ദിവസം 9:30 ബോഡി കിട്ടി. ഇവർ രാത്രി 2:30-3 മണിയിലെ ഈ ടൈമിലൊക്കെ കൊണ്ടുവന്നിട്ട് ബോഡി ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കൊച്ചിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞെങ്കിൽ അവരെ രക്ഷപ്പെടാനായിട്ട് നല്ല പ്രഭാവി വ്യക്തിയാണല്ലോ, ഈടാക്കി എല്ലാം അവരുടെ കയ്യിലാണല്ലോ. അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ കൊച്ചിന് പകരമായിട്ട് ഒരു പ്രാന്തനെ ആ കേസ് കെട്ടിയേപ്പിച്ചു വെച്ചു. ഡോക്ടറിൻ്റെ വറുതി പ്രകാരമായിട്ട് ഒരു കൂട്ടം അത്യാചാരം എന്ന് പറയും റേപ്പ് ചെയ്തതെന്ന് ഡോക്ടർ റിപ്പോർട്ട് കൊടുത്ത് അതിനെ പിടിച്ചത് ഒരുത്തനെ. എന്നാൽ അവനൊന്നും ചെയ്തവനല്ല, അയ്യോ പാപി ഒരുത്തനെ പാവത്തിനെ പിടിച്ചിട്ട് ഇത് അവൻ്റെ മണ്ട ഈ കേസ് കെട്ടിവെച്ചു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് ആനമോഹത്ത് എന്ന് പറഞ്ഞു. ആനെന്ന് പറഞ്ഞാൽ ഇവിടെ 100-200 വർഷം കൊണ്ട് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ആ സ്ഥലത്ത് ആനയെ അവരുടെ ക്ഷേത്ര ആന ഉണ്ടായിരുന്നു. ആനയെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അയാളുടെ മോനെ ആനമോഹത്തിൽ നാരായണനും പിന്നെ യമുന ചേട്ടന് അനിയത്തിന് അവരുടെ സ്ഥലത്തിൻ്റെ പ്രശ്നത്തിന് ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് സ്ഥലം കൊടുക്കാത്തതും കൊണ്ട് തലേൻ്റെ മണ്ട വലിയ കല്ലെടുത്തിട്ടിട്ട് അരയ്ക്കുന്ന കല്ലുള്ള ഈ കല്ലെടുത്തിട്ട് തല പൊട്ടിച്ചിട്ട് കൊന്നുവരും. എന്നിട്ട് ആ സ്ഥലത്ത് വലിയൊരു ബിൽഡിങ് കെട്ടി വെച്ചിട്ടുണ്ട്. ಇದೇ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ಇವರು ചോദിക്കാൻ പറയാൻ ಆರುವಿಲ್ಲ. ಅಮ್ಮ ಈ ಮಗು ಕಾಣೆ ಆಗಿದೆ ಯಾವಾಗ, ಯಾವ ಡೇಟಿಗೆ, ಎಲ್ಲಿ ಆಗಿರೋದು ಅಂತ ಹೇಳ್ತಾರೆ. ಅಕ್ಟೋಬರ್ 9 ತಾರೀಕು 2012 ಇಸವಿ. ಮಗಳು 8:30 ಗಂಟೆ ಮನೆಯಿಂದ ಹೊರಟಿದ್ದಾಳೆ.
ಹೊರಡುವಾಗ ಹೊತ್ತು ನಮ್ಮ ಮನೆಯಲ್ಲಿ ಹೊಸ ಅಕ್ಕಿ ಊಟ ಇತ್ತು. ಬೆಳಿಗ್ಗೆ 1 ಲೋಟ ಕಾಫಿ ಕುಡಿದು ಅಜ್ಜಿ ಮನೆಯಿಂದ ನನ್ನ ಮನೆಗೆ ತಾಯಿ ಮನೆಗೆ ಬಂದು ನಾನು ಮಧ್ಯಾಹ್ನ ಊಟಕ್ಕೆ ಬೇಗ ಬರ್ತೀನಿ ಅಂತ ಹೇಳಿ ನಾನು ಅವತ್ತು ಮಗಳ ಮುಖ ನೋಡಿಲ್ಲ. ನಾನು ಒಳಗಡೆ ಇದ್ದೆ. ಆಯ್ತು 1:30 ಗಂಟೆಗೆ ಬಾ ಅಮ್ಮ ಬೇಗ ಊಟಕ್ಕೆ ಅಂತ ನಾನು ಕಳಿಸಿದೆ. ಅನಂತರ 1:30 ಗಂಟೆಗೆ ಅಲ್ಲಿಂದ ಬರಲಿಲ್ಲ. ಸಾಧಾರಣ 4 ಗಂಟೆಗೆ ನಾನು ನಮ್ಮ ತಂದೆ ಹತ್ರ ಹೋಗಿ ಹೇಳಿದೆ, ಮಗಳು ಬರಲಿಲ್ಲ ಸೌಜನ್ಯ ಅಂತ. ಅವಾಗ ತಮ್ಮಂದಿರಿಬ್ರು ಹೋಗಿದ್ದಾರೆ, ಅವರ ಹತ್ರ ಒಮ್ಮೆ ಫೋನ್ ಮಾಡಿ ಕೇಳಂತ ಹೇಳಿದರು. ಅವಾಗ ಅವರಿಗೆ ಫೋನ್ ಮಾಡಿ ಕೇಳುವಾಗ, ಇಲ್ಲ ಸೌಜನ್ಯ ನಮಗೆ ಸಿಕ್ಕಿದಲ್ಲೇ ಅಲ್ಲಿ ಇಸ್ಮಾಡಿ ಮುಂದೆ ಬಂದಿದ್ದಲ್ಲಿ ಬಸ್ಸಿನಿಂದ ಇಲ್ಲಿದ್ದು ಬುಟ್ಬಾತಲ್ಲಿ ನಡ್ಕೊಂಡು ಬಂದಿಲ್ಲ ಅಂತ ಅವ್ರು ಹೇಳಿದರು. 5:30 ಗಂಟೆ ತನಕ ನೋಡಿದ್ದೆ, ಬಂದಿಲ್ಲ. ಅನಂತರ ಇಡೀ ಎಲ್ಲ ಫೋನ್ ಮಾಡಿ ಕೇಳಿದ್ದೆ, ಮಗಳಲ್ಲಿ ಅದು ನಿಮ್ಮ ಮನೆಗೆ ಬಂದಿದ್ಲ ಅಂತ. ಎಲ್ಲರೂ ಇಲ್ಲ ಅಂತ ಹೇಳಿದರು. ಆವಾಗ ಒಂದಷ್ಟು ಜನ ಸೇರಿ ನಾವು ಇಡೀ ಕಾಡೆಲ್ಲ ಸುತ್ತಾಡಿ ಅನಂತರ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಗೆ ಕೂಡ ಹೋಗಿದ್ದೇವೆ. ಅಲ್ಲಿ ಕಂಪ್ಲೇಂಟ್ ಕೊಡುವಾಗ ಕಂಪ್ಲೇಂಟ್ ತಗೊಂಡಿಲ್ಲ. ಅನಂತರ ಧರ್ಮಸ್ಥಳಕ್ಕೆ ತಿಳಿಸಿದ್ದೇವೆ, SDM ಕಾಲೇಜು ಮಗಳು ನಮ್ಮದು ಕಾಣೆಯಾಗಿದ್ದಲ್ಲ, ಇವತ್ತು ಬಂದಿಲ್ಲ ಮನೆಗೆ ಅಂತ ಹೇಳಿ. ಅಲ್ಲಿಗೆ ಕೂಡ ನಮ್ಮ ತಂದೆ ಮತ್ತು ತಮ್ಮ ಇಬ್ರು ಹೋಗಿದ್ರು. ಅನಂತರ ಬೆಳ್ತಂಗಡಿಗೆ ಕಳಿಸಿದ್ರು, ಅಲ್ಲಿ ಕಂಪ್ಲೇಂಟ್ ಕೊಟ್ಟು ಬನ್ನಿ ಅಂತ. ಅಲ್ಲಿ ಕೂಡ ಹೋಗಿದ್ದೇವೆ. ಅವತ್ತು ಕಂಪ್ಲೇಂಟ್ ಫಟ ಬೇಕು ಮಗಳದು ಅಂತ ಕೇಳಿದ್ರು. ಅವತ್ತು ರಾತ್ರಿ ನಮ್ಮ ಜೊತೆ ಪೊಲೀಸರವ್ರ ಮನೆಗೆ ಬಂದು ಅವಳದು ಪುಸ್ತಕ ಎಲ್ಲ ಚೆಕ್ ಮಾಡ್ಬೇಕಂತ ಹೇಳಿದ್ರು. ಪುಸ್ತಕ ಎಲ್ಲ ಕೊಟ್ಟೆವು. ಅದರಲ್ಲಿ 2 ನಂಬರ್ ಅವಳದು ಚಿಕ್ಕಮ್ಮನವ್ರದ್ದು 2 ನಂಬರ್ ಇತ್ತು, ಅದನ್ನು ತಗೊಂಡೋಗಿದ್ದಾರೆ. ಇವತ್ತಿನವರೆಗೂ ಆ ಛತ್ರಿ ಮತ್ತು ಅವಳ ಹೊಲ ಉಡುಪು ಇವತ್ತಿನವರೆಗೂ ತನಿಖೆ ಆಗಿಲ್ಲ. ಅನಂತರ ನನಗೆ ಮರುದಿವಸ ಬಾಡಿ ಸಿಕ್ಕಿದೆ ಮಗಳದು. ಮಗಳು ಸಿಕ್ಕಿದ ತಕ್ಷಣ ಕೆಲವರು ನಮ್ಮ ಮನೆಗೆ ಬಂದರು. ಅವಾಗ ನಾನು ಕೇಳಿದೆ, ಮಗಳು ಸಿಕ್ಕಿದ್ದಿಲ್ಲ ಅಂತ. ಸಿಕ್ಕಿದ್ದಲ್ಲೇ ಸೇಫ್ ಆಗಿದ್ದಲ್ಲ, ಇವಾಗ ಕರ್ಕೊಂಡು ಬರ್ತಾರೆ ಅಂತ ಹೇಳಿದ್ರು. ಹುಷಾರಿದ್ದಲ್ಲ ಅಂತ ಕೇಳಿದೆ, ಹುಷಾರಿದ್ದಲೆ ಅಂತ ಆರಾಮಾಗಿ ಇರಿ ಅಂತ ಹೇಳಿದ್ರು. ಸಾಯಂಕಾಲ ಮಗುವಿನ ಬಾಡಿ ಬರುವಾಗ ನನಗೆ ಗೊತ್ತಾಗಿದ್ದು ಮಗಳು ಈ ರೀತಿ ಆಗಿದೆ ಅಂದ್ರೆ ನಾನು ಯಾರು ತಗೊಂಡೋದ್ರು ಮಗು ಜೀವಂತಕ್ಕೆ ಖಂಡಿತ ಇರ್ತಲ್ಲ ಅಂತ ನಾನು ಭಾವಿಸಿದೆ. ಈ ರೀತಿ ಅತ್ಯಾಚಾರ ಮಾಡಿ ಅಲ್ಲಿ ಬಿಸಾಡಿ ಹೋಗ್ತಾರೆ ಅಂತ ಅನ್ಸಿರ್ಲಿಲ್ಲ. ಆನಂತರ ನಮ್ದು ಧರ್ಮಸ್ಥಳದ ಆ ಕೃಷಿ ಇಲಾಖೆ ಬಾಲಕೃಷ್ಣ ಪೂಜಾರಿ ಮನೆಗೆ ಬಂದ. ನಮ್ಮ ಮಗಳ ಏನು ಕಾರ್ಯ ಎಲ್ಲ ಆಯ್ತು, ಅದ ನಂತರ ಬಂದು ನಿಮ್ಮ ಯಜಮಾನ್ರ ಹತ್ರ ಸ್ವಲ್ಪ ಮಾತಾಡ್ಬೇಕಂದು ಯಜಮಾನ್ರನ್ನು ಕರೆದ್ರು. ಅವಾಗ ಯಜಮಾನ್ರು ನಾನು ಕಳ್ಸಿಲ್ಲ, ನಾನೇ ಹೋಗಿ ಏನು ಕರೆದಿದ್ದೀರಿ ಅಂತ ನಾನು ಹೇಳಿದ್ದೆ. ಇಲ್ಲಿ ನಮ್ಮ ತಾಯಿ ಮನೆಗೆ ಬಂದಿದ್ರು, ನಮ್ಮ ಮನೆಗೆ ಬಂದಿಲ್ಲ. ಅಲ್ಲಿ ಹೋಗಿ ಕೇಳುವಾಗ ಯಾಕೆ ಧರ್ಮಸ್ಥಳದ ಹೆಸರು ಎತ್ತಬೇಡಿ ಅಂದರೆ ಧರ್ಮಸ್ಥಳದವ್ರು ಮಾಡಿದ್ದಲ್ಲ ಅಂತ ಹೇಳಿ ನಮ್ಮ ತಂದೆಯವರನ್ನು ಅವರ ಮನೆಗೆ ಕರ್ಕೊಂಡೋದ್ರು. ಮರು ದಿವಸ ನೀವು ಬೆಳಿಗ್ಗೆ ನಮ್ಮ ಮನೆಗೆ ಬರ್ಲಿಕ್ಕೆ ಹೇಳಿದ್ದಾರೆ ದನಿಯವರಂತ ಕರ್ಕೊಂಡೋಗಿ, ನಿಮ್ಮ ಮಗಳನ್ನು ನಾಳೆ ಬೆಣಕ್ ಹಾಸ್ಪಿಟ್ಲಿಗೆ ಅಡ್ಮಿಟ್ ಮಾಡಬೇಕು, ಅವರಿಗೆ ಎಲ್ಲರೂ ಬಂದು ಕೇಳಿ ಮಾನಸಿಕವಾಗಿದ್ದಾರೆ, ಆಮೇಲೆ ನೀವು ನಮ್ಮ ಸಭೆಗೆ ಬರ್ಬೇಕಂತ ಹೇಳಿ ನನ್ನನ್ನು ಮರು ದಿವಸ ಬೆಣಕ್ ಹಾಸ್ಪಿಟ್ಲಿಗೆ ಅಡ್ಮಿಟ್ ಮಾಡಿ ನಮ್ಮ ತಂದೆಯವರನ್ನು ಅವರ ಸಭೆಗೆ ಕರ್ಕೊಂಡೋಗಿದ್ರು. ಅಲ್ಲಿ ಅಡ್ಮಿಟ್ ಮಾಡಿದ ತಕ್ಷಣ ಯಾರನ್ನು ಹೊರಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಬಿಡಬೇಡಿ, ಮತ್ತೆ ಮೀಡಿಯಾದವರಾಗ್ಲಿ ಪೇಪರ್ನವ್ರು ಯಾರು ಕೂಡ ಪ್ರೆಸ್ನವ್ರು ಬಂದ್ರೆ ಅವರಿಗೆ ಬಿಡಬೇಡಿ ಅಂದ್ರೆ ಕೇಳಿ ಎಲ್ಲ ಮಾನಸಿಕ ಜೋರಾಗುತ್ತೆ ಅವರಿಗೆ ಅಂತ ಡಾಕ್ಟರ್ ಹತ್ರ ಹೇಳಿ ನಮ್ಮ ತಂದೆಯವರು ನಾವು ಸಭೆಗೆ ಕರ್ಕೊಂಡೋಗಿ ಸಂತೋಷ್ ರಾವ್ನೇ ಆರೋಪಿ, ಅವನೇ ಮಾಡಿದ್ದಂತ ಅವ್ರ ಹತ್ರ ಹೇಳಿಸಿ ನಮ್ಮ ತಂದೆಯವ್ರ ಹತ್ರ ಹೇಳಿಸ್ತಾರೆ, ಇನ್ನು ಅವರೇ ಮಾಡಿದಂತ ಹೇಳ್ಬೇಕಂತ ಹೇಳಿ. ಅನಂತರ ನಮ್ಮ ತಿಮ್ಮರಡಿಯವರ ಅಣ್ಣ ನಮ್ಮ ತಮ್ಮನಿಗೆ ಫೋನ್ ಮಾಡಿ ಹೇಳಿದ್ರು, ನೀನು ನಿಮ್ಮ ಅಕ್ಕನನ್ನು ಅಲ್ಲಿ ಅಡ್ಮಿಟ್ ಮಾಡಿದ್ರೆ ನೀವು ತಕ್ಷಣ ಬಂದು ಅವರನ್ನು ಅಲ್ಲಿಂದ ಡಿಸ್ಚಾರ್ಜ್ ಮಾಡ್ಬೇಕಂತ ಹೇಳಿ. ತಮ್ಮ ಮಂಗಳೂರಿಂದ ಓಡಿ ಬಂದು ನನ್ನನ್ನು ಡಿಸ್ಚಾರ್ಜ್ ಮಾಡಿ ಅವತ್ತಿನಿಂದ ನಾವು ಪ್ರೆಸ್ ಮೀಟಿಂಗ್ ಮಾಡಿದ್ದೇವೆ.